പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവും കൗൺസിലും ചർച്ച ചെയ്ത് 3 ദിവസമായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടൂടെ കേട്ടൂടെ? ആ കമ്മിറ്റി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അതിനുവേണ്ട സംഘടനാപരമായ ഒരുക്കങ്ങളെക്കുറിച്ചെല്ലാം ഗൗരവമായ ചർച്ചകളാണ് നടത്തിയത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ശേഷം അതിലെ പാർട്ടിയുടെ പെർഫോമൻസിനെ സംബന്ധിച്ച്, അതിൽ ജയപരാജയങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായിട്ടുള്ള ഒരു റിവ്യൂവും ഈ കൗൺസിലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. 14 ജില്ലകളിലും പാർട്ടി ജില്ലാ കൗൺസിലും എക്സിക്യൂട്ടീവും കൂടി പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്ത് വളരെ വിശദമായി 2 ദിവസം വീതം എല്ലാ ജില്ലകളിലും നടത്തിയ വിശദമായിട്ടുള്ള പരിശോധനയുടെ ഫലമായിട്ടാണ് ഈ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് അതിൽ നമ്മുടെ സ്വയം വിമർശനപരമായി പരിശോധിക്കാനും അവയ്ക്ക് സംഘടനാപരമായ പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും ഉള്ള തീരുമാനം ഞങ്ങളെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായ വെല്ലുവിളി നേരിടുന്ന സന്ദർഭത്തിലാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടന്നത്. നിങ്ങൾ പലരും ഞങ്ങളുടെ ഡെഡ് ബോഡി പോലും കാണുകയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ശക്തമായി ജനങ്ങൾക്കിടയിലുണ്ട് എന്ന് തെളിഞ്ഞു. കേരളത്തിൻ്റെ വോട്ട് ശരാശരി നോക്കുമ്പോൾ 41% വോട്ട് നേടി LDF തന്നെയാണ് മുന്നിൽ. UDFന് 36% വോട്ടേ ഉള്ളൂ. കേരളത്തിൽ BJPക്ക് 14.91% വോട്ടുണ്ട്. അത് പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വോട്ട് ഷെയറിനേക്കാൾ കുറവാണ്. എന്നാൽ അത്തരം ഓരോ വോട്ട് ഷെയറിൽ ഓരോ മുന്നണിക്കുമുള്ള വ്യത്യാസം വരെ ഓരോ പ്രദേശങ്ങളിലും എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുകയുണ്ടായി. വളരെ ജാഗ്രതയോടെ അത്തരം പ്രശ്നങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് തീരുമാനിച്ചത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ സാധാരണ ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല ചർച്ച ചെയ്യുന്നത്. പൈങ്കിളി നോവലുകൾ പോലെയാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ വിമർശനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ തീരുമാനങ്ങളും പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഗൗരവത്തോടുകൂടി രാഷ്ട്രീയ പ്രശ്നങ്ങളെ കാണുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ ശക്തമായി അതിനെ വിമർശിച്ചും അതിന് പ്രതിരോധം തീർത്തും
അതിനൊരു ബദൽ എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കേരളം നിരവധി പ്രതിസന്ധികളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കാലം തുടങ്ങി പ്രകൃതി ദുരന്തങ്ങളും പ്രശ്നങ്ങളും നമ്മളെ വിടാതെ പിന്തുടർന്നിരിക്കുക. അത്തരം സന്ദർഭത്തിൽ എന്ത് സഹായമാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായിട്ടുണ്ട്? നമ്മുടെ മാധ്യമങ്ങളോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളോ വളരെ ഗൗരവമായി ഇത്തരം പ്രശ്നങ്ങൾ പരിശോധിക്കാറുണ്ട്. ആ പരിശോധനയ്ക്കൊക്കെ അപ്പുറം സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിന് പകരം നമുക്കെന്താണ് കുഴപ്പം എന്ന് നോക്കുകയാണ് ചെയ്തു വരുന്നത്. ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് വന്നു. നമ്മുടെ സംസ്ഥാനത്തിന് എന്താ ഗുണം? നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം വന്നതിന് ശേഷം കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും നികുതി വരുമാനത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടായി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്? സെസ്, ഡ്യൂട്ടി എന്നൊക്കെയുള്ള ലെവലിൽ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ട് അത് ഡിവിസിബിൾ പൂളിൽ നിന്ന് മാറ്റുന്നു. അതായത് സ്റ്റേറ്റുകാർക്ക് ഷെയർ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഡീസലിനും പെട്രോളിനും പുതിയ സെസ് ഏർപ്പെടുത്തി. 2 രൂപയും 4 രൂപയും ഏർപ്പെടുത്തി. നമ്മൾ കൊടുക്കാനുള്ളത് കൂടുതൽ കൊടുക്കണം. പക്ഷേ അത് പോകുന്നത് അത് സെസ് എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് തന്നെയാണ്. അത് ഡിവിസിബിൾ പൂളിൽ വരുന്നില്ല. അത് സംസ്ഥാനങ്ങൾക്ക് ഷെയർ ചെയ്യുന്നില്ല. ഇത് ഇപ്പോൾ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്ന ഒരു പുതിയ കാര്യമാണ്. നികുതിയുടെ വരുമാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള കണക്കുകൾ നോക്കിയാൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നികുതി രൂപയും 4 രൂപയും ഡീസലിന് 4 രൂപയും പെട്രോളിന് 2 രൂപയും സെസ് ഏർപ്പെടുത്തിയപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ ജനങ്ങൾ കൊടുക്കുന്നുമുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും കൊള്ളയടി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലം ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായി നമുക്ക് നോക്കിയാൽ സെസ്സിൻ്റെയും സർചാർജിൻ്റെയും കണക്ക് 2018-19 15%, 1% കുറവുള്ളൂ. അത് വർദ്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഈ പണം അടിച്ചുകൊണ്ട് പോകുന്നു. അവരെന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഗൗരവമായി ചർച്ച ചെയ്യുകയോ കേരളത്തിൽ LDF അല്ലാതെ ഈ കാര്യത്തെക്കുറിച്ച് BJPയോ അതുപോലെ തന്നെ കോൺഗ്രസ്സോ ഒരക്ഷരം ഒഴിയാടുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല. അപ്പം ഇതേപോലെ തന്നെ ഇവിടെ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിൻ്റെ വികസന പ്രവർത്തനം എല്ലാം നടത്തുന്നത് കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദിജി തരുന്ന പണം കൊണ്ടാണ് എന്നൊരു പ്രചരണം ഇവിടെ നടത്താറുണ്ട്. പക്ഷെ ഞാനതിൻ്റെ കണക്കുകളെല്ലാം പറയുന്നില്ല, സമയക്കുറവ് കൊണ്ട്. ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന് പറഞ്ഞ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന എല്ലാ പദ്ധതികൾക്കും നരേന്ദ്രമോദി സർക്കാർ അതിൻ്റെ വിഹിതം കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും അവസാനം
തൊഴിലുറപ്പ് പദ്ധതിക്ക് വരെ ഈ ബഡ്ജറ്റ് അതിനു വേണ്ടിയിട്ടുള്ള വിഹിതം കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറയുകയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഷെയർ വർദ്ധിപ്പിക്കുകയും കേന്ദ്രം കുറയ്ക്കുകയും ചെയ്തെന്ന് ഫലത്തിൽ സംസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇതിനെ ഗൗരവമായിട്ട് കാണട്ടെ. ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിക്കാനും ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ തിരഞ്ഞെടുപ്പ് ഒരു ഉജ്ജ്വല പോരാട്ടമാക്കി മാറ്റാനുമാണ് ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷക്കാലം വളരെ ഫലപ്രദമായി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയ സർക്കാരാണ്. ആ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയത് കൊണ്ടാണ് ഈ സർക്കാരിന് ജനങ്ങൾക്ക് വിശ്വാസമുള്ളത്. ആ വിശ്വാസം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് തുടർ ഭരണത്തിനുള്ള ഒരു സാധ്യതയായി ഈ തിരഞ്ഞെടുപ്പിനെ പ്രവർത്തനം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. LDFൻ്റെ സീറ്റ് ഷെയറിംഗ് ആ ചർച്ചകൾ ഇന്നലെ തുടങ്ങി വെച്ചു. ഈ പ്രചരണ ജാഥകൾ സംസ്ഥാനത്ത് ഒട്ടാകെ പര്യടനം നടത്തി ആ ജാഥകൾ സമാപിക്കുമ്പോഴത്തേക്ക് LDFൻ്റെ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള എല്ലാ ചർച്ചകളും പൂർത്തിയാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി സ്റ്റേറ്റ് കൗൺസിൽ കൂടുമ്പോൾ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എന്ത് മാനദണ്ഡമാണ് സ്വീകരിക്കേണ്ടത് എന്ന വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യും. കേരളത്തിൽ ആദ്യമായി ഒരു പാർട്ടി എന്നുള്ള നിലയിൽ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനൊരു മാനദണ്ഡം വേണം എന്ന് തീരുമാനിച്ച പാർട്ടിയാണ് CPI. 2 തവണ മത്സരിക്കുക, അത് കഴിഞ്ഞാൽ ഒഴിവാകുക, ഇങ്ങനൊരു നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ കേരളത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളും അത്ഭുതമായിരുന്നു, ഇതൊക്കെ നടക്കും. ഞങ്ങളത് പ്രായോഗികമായി നടത്തി കാണിച്ച പാർട്ടിയാണ്. സന്തോഷം, ഇപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ചെറുപ്പക്കാരൊക്കെ അങ്ങനെ വേണം എന്ന് ആവശ്യപ്പെടുന്നു. സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ UDFനെ പോലെയുള്ളൊരു പാർട്ടികൾ, UDFനെ പോലെയുള്ള കക്ഷികൾ സിറ്റിംഗ് MLAമാരെ എല്ലാം മത്സരിപ്പിക്കാൻ തീരുമാനിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് വന്ന മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതെന്തോ ആകട്ടെ, ഇന്ന് പുതിയ ആളുകളെ, പുതിയ തലമുറയുടെ പ്രതിനിധികളെ സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കണം സ്ഥാനാർത്ഥികളായി കൊണ്ടുവരണം എന്ന ആശയം മുന്നോട്ട് വെച്ച CPI ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങളിന്ന് തീരുമാനിച്ചത് 3 തവണ ഒരു എക്സംഷൻ്റെ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. 3 തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ ആരാണ്? നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ ഒഴിഞ്ഞു നിൽക്കണം, പുതിയ ആളുകൾ മത്സരിക്കണം. അതേപോലെ തന്നെ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ആളുകൾ, സംഘടനാപരമായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ചിലപ്പോൾ ചില പ്രദേശങ്ങളിൽ അവർ മത്സരിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇന്ന് തീരുമാനിച്ചതുകൊണ്ട് ഇന്നലെ വരെ നിങ്ങൾ പ്രചരിപ്പിച്ച അഭ്യൂഹങ്ങൾക്ക് പലതിനും സ്ഥാനമില്ലാതായിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. അതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടല്ലേ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞത്. ആരെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വാർത്ത മാധ്യമങ്ങളിൽ കൊടുക്കുകയല്ല വേണ്ടത്.
അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. രണ്ട് തവണ മത്സരിച്ച് ജയിച്ചതല്ല, 3 തവണ മത്സരിച്ച് ജയിച്ചവർക്ക് ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം മലയാളമല്ലേ ഞാൻ പറഞ്ഞത്? മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് മലയാളത്തിലല്ലേ? 3 തവണ മത്സരിച്ച ജയിച്ചവർക്ക് 3 തവണ മത്സരിച്ചവർക്ക് സീറ്റില്ല. അതിലെ 3 തവണയെന്ന് പറയുന്നത് 2 കഴിഞ്ഞിട്ടില്ലേ 3? ഇല്ല, അത് ട്രാൻസിറ്റ് സ്റ്റേഷനല്ല ഈ സംഘടന എന്ന് പറയുന്നത്. ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റുകയില്ല, ആരെക്കുറിച്ചും പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ ഇതാണ് മാനദണ്ഡം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ആ 2 എന്നുള്ളത് 3 ആക്കുകയും 6-7 പേർക്ക് ഞങ്ങൾ എക്സംഷൻ കൊടുത്തു. ആ കൊടുത്തവരെല്ലാം ജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്രാവശ്യം 3 എന്നാക്കുകയും നോ മോർ എക്സംഷൻ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഏതായാലും 3 ഉണ്ടോ? അതെ, അതൊന്നുമല്ല. CPI ഇല്ല ആദ്യത്തെ പ്രാവശ്യം ജയിച്ചു വന്ന ആളുകളെ മന്ത്രിയാക്കിയത്. സി ദിവാകരൻ അതിനു മുമ്പ് എത്ര തിരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ടായിരുന്നു? അദ്ദേഹം ജയിച്ചു വന്നുകൊണ്ട് അദ്ദേഹം മന്ത്രിയായി. ഞങ്ങളുടെ ഒരു സിസ്റ്റം അനുസരിച്ച് അത് സിറ്റിംഗ് MLAക്കല്ല, CPIക്കോ LDFനോ ആണ് സ്വാധീനം. അതൊക്കെ ഒരു ബൂർഷ്വാ പാർട്ടിയിലാണ് ആളിനെ ഒക്കെ നോക്കുന്നത്. ഇതങ്ങനെയൊന്നുമല്ല. ഞങ്ങളതൊക്കെ നന്നായിട്ട് പരീക്ഷിച്ച് ജയിച്ചിട്ടുള്ളതാണ്. കർശനം CK ചന്ദ്രപ്പൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ 2011 ഞങ്ങൾ ഇതേ കർശനമായ 2 എന്ന് കർശനമായ നിലപാട് തന്നെ എടുത്തു. CPIയിലെ പ്രമുഖ നേതാവാണ് ഞാൻ നിരവധി പ്രാവശ്യം മത്സരിച്ചതാണ്. ഇനി മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ്. ജയസാധ്യത എന്നത് എപ്പോഴും ആപേക്ഷികമാണ്. താങ്കളുടെ ജയസാധ്യതയായിരിക്കില്ല എൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള സങ്കല്പം യാഥാർത്ഥ്യമാകുന്നത് 3ാമത്തേതുമായിരിക്കും. അതുകൊണ്ട് അതൊന്നും ആപേക്ഷികമായ അത്തരം കാര്യങ്ങളൊന്നും തീരുമാനത്തിന് ബാധകമല്ല. അവർക്ക് വികാരം ഉണ്ടാകാൻ ഞങ്ങളെ അറിയിക്കാം, പക്ഷെ മത്സരിക്കാൻ പറ്റിയില്ല. അങ്ങനെ കേരളത്തിൽ ആർക്കും മണ്ഡലങ്ങളൊന്നും പട്ടയം കൊടുത്തിട്ടില്ല, പതിച്ചും കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ പാർട്ടി അതിൻ്റെ ശ്രമങ്ങൾ നടത്തും. പറയാൻ പുറത്ത് പറയാനുള്ള ഒന്നും ആയിട്ടില്ല. കണിശമായിട്ടും ചർച്ച പൂർത്തിയാക്കുമ്പോൾ നിങ്ങളോട് പറയും. അല്ല, ഞങ്ങൾ സീറ്റ് വിടുന്നതിനെക്കുറിച്ചൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. അതൊക്കെ ഈ ഡിസ്കഷൻ്റെ ഓരോ ഘട്ടത്തിലാണ് അതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കുന്നത്. എന്നൊന്നും ഇപ്പോൾ പുറപ്പ് പറയാൻ പറ്റിയില്ല. സ്വാഭാവികമായി എൽഡിഎഫിലെ മറ്റ് കക്ഷികൾ CPM അടക്കമുള്ള കക്ഷികൾക്കും ഈ ഒരു നിലപാട് ഫോളോ ചെയ്യാൻ സമ്മർദ്ദം ഉണ്ടാകും. അത് ഓരോ പാർട്ടികളുമാണ് ആ നിലപാട് സ്വീകരിക്കുന്നത്. ഞങ്ങൾ ആദ്യം ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ കേരളത്തിൽ ഒരു പാർട്ടി ആ നിലപാട് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ചില പത്രങ്ങൾ അന്ന് എഡിറ്റോറിയൽ വരെ എഴുതി ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണെന്ന്. പക്ഷെ അത് ശരിയായിരുന്നു എന്ന് ഞങ്ങൾ തെളിയിച്ചു. CPI ഒരു ഡിഫറൻറ്റ് പാർട്ടിയാണ്, അത്രയെങ്കിലും മനസ്സിലാക്കുക.
ഞങ്ങൾ 15 പേരും ചേർന്ന് ഒരു മത്സരത്തിന് പോകുന്നു. 5 പേര് ചേർന്ന് നടത്തിയ മത്സരം 15 പേർക്കൂടെ ആ സീറ്റ് വീതിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പോൾ 11, 12 പേരുണ്ട് മുന്നണിയിൽ പുതിയ ആളുകൾ വരികയാണ്, മുന്നണി വിപുലപ്പെടുത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലായ്പ്പോഴും കേരളത്തിൽ ഇത് ആദ്യമുള്ള കാര്യമൊന്നുമില്ല. ഒരു മുന്നണിയിൽ തന്നെ നിൽക്കുമ്പോൾ ഒരു മുന്നണിയിലൊരു പ്രധാനപ്പെട്ട കക്ഷി വന്നാൽ എല്ലാവരും സീറ്റ് കുറയ്ക്കും. ആ കക്ഷി പോകുമ്പോൾ ആ സീറ്റ് ചിലപ്പോൾ കൂടുതലെടുക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ, ഇതൊന്നും പുതിയ കാര്യമല്ലാണ്. ഞാൻ പറഞ്ഞില്ല, അത്രയും വരെ ചർച്ചയായിട്ടില്ല. അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ പാർട്ടി നിലപാട് ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് പറയുന്നത്? അങ്ങനെ ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് പറയുന്നത്? അത് ഓരോ കക്ഷികൾക്കും ഏത് സീറ്റൊക്കെ കൊടുക്കണം, എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് ഒരു ഡിസ്കഷനും ഇതുവരെ നടന്നിട്ടില്ല. അത് വേറൊരു വിഷയം. അത് വേറൊരു വിഷയമാണ്. ഞങ്ങളുടെ കാര്യം വേറൊരു വിഷയമാണ്. ഞാൻ പറയുന്ന കാര്യം മന്ത്രിമാരുടെ കാര്യത്തിൽ വ്യത്യസ്തമായൊരു തീരുമാനമെടുത്ത പാർട്ടിയായിരുന്നു CPI. ഒരു തവണ മന്ത്രിയായവരെ എല്ലാം മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ എടുത്തിട്ടുണ്ട്. ആ പരീക്ഷണമൊന്നും ഒരു പരാജയവുമായിരുന്നില്ല. ഞങ്ങളുടെ 4 മന്ത്രിമാരും ഈ ഗവൺമെൻറ്റിലെ 4 മന്ത്രിമാരും അവരുടെ വകുപ്പുകളിൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ആളുകളാണ്. അല്ല, അവരുടെ നിലപാട് വെള്ളിയാഴ്ച എന്ന് അല്ലേ പറഞ്ഞത്? അവർ പറയട്ടെ. നിങ്ങളിപ്പോൾ ഒരു വെറുതെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി ഒരു കുഴപ്പത്തിനകത്ത് കൊണ്ട് ചാടിച്ചാൽ നിങ്ങളെല്ലാം കൂടെ അങ്ങനെ പറഞ്ഞ് ഞാൻ വിചാരിക്കുന്നില്ല NCPയെ LDF വിടുമെന്ന്. മാനസി കാപ്പൻ വിടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ച എന്നാണ് പറഞ്ഞത്. അത് കഴിയട്ടെ പറയാം. ഇത് ഞങ്ങളുടെ സീറ്റിനെക്കുറിച്ച്, ഘടകകക്ഷികളുടെ സീറ്റിനെക്കുറിച്ച് LDFിലൊരു ചർച്ച ചെയ്യാത്തപ്പോൾ അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു അഭിപ്രായം ഞാൻ പരസ്യമായിട്ട് പറയുന്നത് ശരിയാണോ? താങ്കൾ തന്നെ ഒന്ന് പറയാം. പറഞ്ഞോ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ 2 പാർട്ടിയായിട്ട് നിൽക്കുന്നത്. അവർക്കൊരു നിലപാടെടുക്കാം, ഞങ്ങൾക്ക് വേറെ നിലപാടെടുക്കാം. ഇല്ല, ഞങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 3 തവണ മത്സരിച്ച ആളുകളുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ ഞങ്ങൾ അപ്പം തീരുമാനിക്കേണ്ട കാര്യമില്ലേ? അത് അഡ്വാൻസായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ ആരും എങ്ങനെയെന്നൊക്കെ ഉള്ളത്. കൊല്ലം സീറ്റ് RSPയിൽ നിന്ന് ഏറ്റെടുത്ത് അതിനെ ചൊല്ലിയുണ്ടായ ഒരു പ്രശ്നമാണ് RSPയിലെയും കാരണമായത്. സമാനമായ ഒരു സാഹചര്യം പാലായുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കുകയാണ് ഇടതുമുന്നണിയും. ഇല്ല, അതൊന്നും ഇപ്പോൾ വളരെ ഒരു കാര്യത്തെ സംബന്ധിച്ച് അവർ തന്നെ ഔദ്യോഗികമായ നിലപാട് പ്രഖ്യാപിക്കാനിരിക്കുമ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇത്ര ഒരു കാര്യത്തിൽ കമൻറ്റ് ചെയ്യുന്നത് എങ്ങനെ? അത് LDFിൻ്റെ ജനസ്വാധീനം അത് എത്രയാണ് എന്ന് നിങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞാണ്. ഇനിയിപ്പോൾ ഈ ജാഥയിലും പരിപാടിയിലും എല്ലാമായിട്ട് ജനങ്ങൾ LDFിനോടൊപ്പമുണ്ട്. അല്ല, അത് ഗൗരവമായി രാഷ്ട്രീയത്തെ കാണുന്ന പാർട്ടികൾ അല്ലാത്തതുകൊണ്ടാവാം. അവർക്ക് താൽക്കാലികമായ പ്രശ്നങ്ങളിന്മേൽ അതിലെന്താണ് അതിൽ നിന്ന് ഒരു ഡിവിഡൻഡ് കിട്ടുക എന്ന് നോക്കി ആ വിഷയം ഉന്നയിക്കുന്നതേ ഉള്ളൂ. സ്ഥായിയായ പ്രശ്നങ്ങളിൽ അവരാരെങ്കിലും പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ? ഏത് വിഷയമാണ് കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, കേരളത്തിന് സഹായിക്കുന്ന നിലപാടുകൾ എടുക്കാത്ത കേന്ദ്ര ഗവൺമെൻറ്റിന് എതിരെ ഒരക്ഷരം പറഞ്ഞു കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഗൗരവത്തോടു കൂടി രാഷ്ട്രീയത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞത്. അവർ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, ഗവൺമെൻറ്റിന് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. ആരുടെയും ജനാധിപത്യപരമായ അവകാശങ്ങൾ ആരും നിയന്ത്രിക്കുന്നില്ലല്ലോ.
അല്ല, രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആ സമരത്തിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് സംശയിക്കണം എന്ന് ഞാനും ഒരിക്കൽ പറഞ്ഞിരുന്നു. പക്ഷെ അതിപ്പോൾ വളരെ ക്ലിയറായി വന്നില്ലല്ലോ. നിങ്ങൾ കാണുന്നതല്ലേ അവിടെ ആരാണ് പോകുന്നത്, ആരാണ് സമരം നടത്തുന്നത് എന്നൊക്കെ കാണുന്നതല്ലേ. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം കിട്ടിക്കൂടാന്നോ അവർ സമരം ചെയ്യാൻ പാടില്ലെന്നൊന്നുമില്ല. അങ്ങനെ സമരമൊക്കെ ചെയ്തു തന്നെയാണ് കേരളത്തിലെ ഏറ്റവും ഈ തസ്തിക എല്ലാം വെട്ടിച്ചുരുക്കുന്നതിനെതിരെ വലിയ സമരങ്ങൾ നടത്തിയിട്ടാണ് ആന്റണി സർക്കാരിൻ്റെ കാലം മുതൽ കേരളത്തിലെ ഒരു ഇടതുപക്ഷ യുവജന സംഘടനകൾ ആ പ്രക്ഷോഭങ്ങൾ നടത്തിയത്. അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഗവൺമെൻറ്റാണ് എന്നതുകൊണ്ട് ഈ ഗവൺമെൻറ് 5 വർഷക്കാലത്തിനുള്ളിൽ 47,000 തസ്തികകൾ അനുവദിച്ചു. 1,57,000 ആളുകളെ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമിച്ചു. 4,410 റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു. ഇതൊക്കെ UDFൻ്റെ കാലത്തേക്കാൾ കൂടുതലാണ്. 1,57,000, 47,000 അല്ല, നിയമനമാണ്. 1,57,000 അല്ല. പണ്ട് അഡ്വൈസ് മെമ്മോ കൊടുത്തിട്ട് ആളിന് കൊടുക്കാതിരുന്ന സംഭവമുണ്ട്. ഇതൊന്നുമല്ല, ഇത് നിയമനമാണ്. ഇനി ബാക്കിയുള്ളത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 6 മാസം കൂടെ നീട്ടി. ഈ ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ തന്നെ LDFിൽ ആവശ്യപ്പെട്ടു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണം. കാരണം UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിയമനങ്ങൾ നടന്നിരുന്നില്ല. അപ്പം നീട്ടി. ഇപ്പോൾ ഈ ഗവൺമെൻറ് പോകുന്ന സമയത്തേക്ക് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഈ കോവിഡ് പ്രമാണിച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനും നിയമിക്കാനും കാലതാമസം വന്നു. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ ഈ റിട്ടയർമെൻറ്റ് ഏകീകരിച്ചതിൻ്റെ ഭാഗമായി മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് റിട്ടയർമെൻറ്റ് വരുന്നത്. അപ്പോഴത്തേക്ക് റാങ്ക് ലിസ്റ്റ് ഇല്ലാതെ തീരും. അതുകൊണ്ടാണ് ഓഗസ്റ്റ് വരെ നീട്ടി ഈ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുത്തി അവർക്ക് നിയമനം തുടർന്ന് കൊടുക്കാനുള്ളൊരു തീരുമാനം ഗവൺമെൻറ് എടുത്തത്. ഇത്ര തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാരോട് ഇത്രയേറെ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ ആക്ഷേപം പറയുന്നത്. അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെൻറ്റിൽ ലാസ്റ്റ് ഗ്രേഡ് സർവീസിൻ്റെ തസ്തികകൾ കുറഞ്ഞു വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങളുടെ ഓഫീസിൽ എത്ര ലാസ്റ്റ് ഗ്രേഡുകാരുണ്ട്? ഇപ്പോൾ ഒരു ടേബിളിൽ നിന്ന് വേറൊരു ടേബിളിലേക്ക് ഫയൽ പോകുന്നത് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ആയതുകൊണ്ട്, കമ്പ്യൂട്ടർ ആയതുകൊണ്ട് അതിട്ട് എടുത്തുകൊണ്ടുപോകാൻ ആളൊന്നും വേണ്ട. എന്നാൽ അവരുടെ എണ്ണം വളരെ ഡ്രാസ്റ്റിക്കായിട്ട് വെട്ടിക്കുറയ്ക്കാതെ സംരക്ഷിക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ എണ്ണം, നിയമനത്തിൻ്റെ എണ്ണം കുറയും. ഒരാളിനെ നിയമിക്കണമെങ്കിൽ 5 പേർക്ക് റാങ്ക് ലിസ്റ്റിലിടും, 5 പേർക്ക് നിയമനം കിട്ടാറില്ല. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതൊന്നും അവർക്കും അറിയാൻ വയ്യാത്ത കാര്യമില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇന്ന് യുവജന സംഘടനകളേക്കാൾ കൂടുതൽ അറിയാവുന്നത് റാങ്ക് ഹോൾഡർമാരുടെ സംഘടനകൾക്കാണ്. എവിടെ വേക്കൻസി ഉണ്ട്, ഏത് വേക്കൻസി ഹൈഡ് ചെയ്തിരിക്കുന്നു, ഇതെല്ലാം കൃത്യമായിട്ട് അവർക്കറിയാം. അവർ പറയുന്നു അവരുടെ എല്ലാം കണക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ പറയുന്നു, കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ ധാരാളം വേക്കൻസി ഉണ്ട്. യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് സർക്കാരിൻ്റെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി എന്ന ഓട്ടോണമസ് ബോഡിയിൽ പ്രാവർത്തികമാക്കാൻ പറ്റുക? അതിൻ്റേതായിട്ടുള്ള പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരമാവധി പരിഹാരം കാണാനും പ്രശ്നപരിഹാരത്തിനും വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുക. പിന്നെ അതേസമയം അത്തരം രാഷ്ട്രീയം വന്നാൽ സ്വാഭാവികമായിട്ടും അതിനോടൊക്കെ പലതരത്തിൽ ആളുകൾ പ്രതികരിക്കും. അപ്പം ഞങ്ങളുടെ അഭിപ്രായം അവർ ന്യായമായിട്ടുള്ളൊരു ആവശ്യം പറയുന്നു, അതവർ പറയട്ടെ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമില്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഒരു ഗവൺമെൻറ് അങ്ങനെയാണെങ്കിൽ 2 മാസമായിട്ട് കൃഷിക്കാരുടെ സമരം ഇവിടെ നടക്കുന്നല്ലോ. അവിടെ ഡൽഹി ഗവൺമെൻറ് പ്രവർത്തിക്കുന്നില്ലേ? ഇല്ലേ? മാസങ്ങൾ 2 കഴിഞ്ഞില്ലേ? 2 കഴിഞ്ഞില്ലേ? ഗവൺമെൻറ് എല്ലാം ഗവൺമെൻറ് അല്ലേ?
അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. അപ്പോൾ അവരോട് പറയാനുള്ളതും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് ഇല്ല എന്നിപ്പോൾ കേന്ദ്രത്തിനെതിരെ കൃഷിക്കാർ പറയുന്നു ഞങ്ങൾ നിയമം വിഡ്രോ ചെയ്യണം, അതിൽ കുറഞ്ഞ ഒരു ചർച്ചയില്ല. ഗവൺമെൻറ് പറഞ്ഞു നിയമം വേണേൽ മരവിപ്പിക്കാം, വിഡ്രോ ചെയ്യാൻ പറ്റുകയില്ല. സമരം തുടരുന്നു, ഗവൺമെൻറ്റും തുടരുന്നു, പാർലമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുക. ഈ സർക്കാരിനെ തൊഴിൽ കിട്ടുന്നതിന് വേണ്ടി അവർ നടത്തുന്ന സമരം, അതിൻ്റെ വിശദാംശങ്ങളില്ല. സമരം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ഇതൊരു ട്രേഡ് യൂണിയൻ ഇഷ്യൂ അല്ല അവരുമായിട്ട് ചർച്ച ചെയ്യാൻ. ഈ PSCയുടെ നയങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ സമരത്തിലുള്ളത് AYF ആണ്. ഈ ആദ്യം മുതൽ ഈ സർക്കാരിൻ്റെ ആദ്യകാലം മുതൽ തന്നെ അത് ഞങ്ങളെടുക്കുന്ന ഒരു പൊതു നിലപാടാണ് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ ബഹുജന സംഘടനകളും എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2016 ആദ്യം ഈ റാങ്ക് ലിസ്റ്റ് നീട്ടണം തീരുമാനിച്ചപ്പോൾ LDF ഗവൺമെൻറ്റാണ് നീട്ടിയത്. ഇപ്പോഴും 6 മാസത്തേക്ക് നീട്ടിയ LDF ഗവൺമെൻറ്റാണ്. ഉദ്യോഗാർത്ഥികളോട് ഒരു മനസാക്ഷിയില്ലാത്ത സമീപനമാണ് PSC ചെയ്യുന്നത്. ഉദാഹരണം, ചില റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 3 വർഷം കൃത്യം ആവുന്ന റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആവും. പിന്നീട് ഒരു പരീക്ഷ നടത്തി അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്ന 2 വർഷം 1.5 വർഷം അങ്ങനെ നീട്ടാൻ പറ്റിയല്ലോ സുഹൃത്തെ. പുറത്ത് വേറെ ആളുകൾ കാത്തിരിപ്പുണ്ട്, അവർ കോടതിയിൽ പോകുന്നുണ്ട്. അതില്ലെന്ന് വിചാരിക്കണ്ട. അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നത് 2 വർഷം അത് സ്വാഭാവികം. അതുപോലെ റാങ്ക് ലിസ്റ്റിൽ വരുന്നവരെല്ലാം നിയമിക്കാം എന്നൊരു സമ്പ്രദായം നമുക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരാളിന് ആവശ്യമുണ്ടെങ്കിൽ 5 പേരുടെ പേര് കൊടുക്കണം, റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ അതിനെക്കുറിച്ച് അത് പരിഷ്കരിക്കാനാണ് പുതിയൊരു കമ്മീഷനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് താങ്കളൊന്ന് അന്വേഷിച്ചിട്ട് എന്നോട് പറ. ബംഗാളിൽ തന്നെ പറഞ്ഞു, ബംഗാളിലെ ഇടതുപക്ഷവും ഇവിടുത്തെ ഇടതുപക്ഷവും എല്ലാം ഒന്ന് തന്നെ. അവിടെ എങ്ങനെയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയുക. UPSC എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ സംസാരിക്കാം. നിങ്ങളെന്താ പറയുന്നത്? പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റ് ഡിസംബർ വരെയുള്ള വേക്കൻസി ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളുകളെ എടുത്ത് തൃശ്ശൂർ അക്കാഡമി അവർ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുക, ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുക. അത് കോവിഡൊന്നുമില്ല. ഡിസംബർ വരെ, ഇപ്പം ഈ ഡിസംബർ വരെ പോലീസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വേക്കൻസികൾ മുൻകൂട്ടി കണക്കാക്കി അത്ര ആളുകളെ എടുത്ത്, അങ്ങനെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിന് എടുത്തിട്ടുണ്ടോ ഈ ഗവൺമെൻറ് അല്ലാതെ? കാര്യങ്ങൾ കൂടുതലൊന്നും മനസ്സിലാക്കിയിട്ട് മാധ്യമങ്ങളും ഈ കാര്യങ്ങൾ പുറത്തു പറയും. അതെ, ആ പരാതിയെല്ലാം അവരുടെ പരാതിയെല്ലാം പറയുകയല്ല, ആ പരാതിയിലെ വസ്തുത എന്താണെന്ന് അന്വേഷിച്ച് അതും ആളുകളിൽ എത്തിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ചുമ്മാ ഇത് ആരോടെ പറയുന്നത്? നമ്മൾ അഞ്ചരക്കണ്ടി കോളേജിന് ഒരു നിയമം ഉണ്ടാക്കിയല്ലേ, കേരള നിയമസഭ. നിങ്ങളൊക്കെ നിയമസഭയിൽ പോകുന്നതല്ലേ? അതെന്തിനായിരുന്നു? സുപ്രീം കോടതി വഴി മറികടക്കാനായിരുന്നു. ആ നിയമം സുപ്രീം കോടതിയുടെ വാതിൽക്കൽ ചെന്നോ, ഡൽഹി ചെന്ന ഉടനെ അവർ തട്ടിക്കളഞ്ഞു. പിന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു നിയമം ഉണ്ടാക്കുന്നത്. എന്ത് നിയമം? ശബരിമല എന്താ പ്രശ്നം? ശബരിമല ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം എന്ത് പ്രശ്നമുണ്ടായി? ശബരിമലയിലുള്ള പ്രശ്നം ദേവസ്വം ബോർഡിനാണ്. കാരണം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരുന്നിടത്ത് ആയിരങ്ങളായിട്ട് കുറഞ്ഞു, 10,000-ങ്ങളായിട്ട് കുറഞ്ഞു. അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ വരുമാനം കുറഞ്ഞു. ദേവസ്വം ബോർഡിൻ്റെ വരുമാനം കുറഞ്ഞാൽ 1800-ലധികം ക്ഷേത്രങ്ങളിൽ ശമ്പളം കൊടുക്കുന്നത് മുടങ്ങും. അത് മുടങ്ങാതിരിക്കാൻ
സംസ്ഥാന ഗവൺമെൻറ് ഇതുവരെ ഒരു ഗവൺമെൻറ്റും ചെയ്യാത്ത വിധത്തിൽ ദേവസ്വം ബോർഡിനെ സഹായിച്ചുകൊണ്ടിരിക്കുക. അത് ബഡ്ജറ്റ് സപ്പോർട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ കൊടുക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് തിരഞ്ഞെടുപ്പായപ്പോൾ ഒരു ഭൂതോദയം ഉണ്ടായി. ഇങ്ങോട്ട് വരുന്നു, ഞങ്ങളിപ്പോൾ സംരക്ഷിക്കാം വിശ്വാസം. എന്ത് നിയമം ഉണ്ടാക്കുന്നത്? ഏത് നിയമമാണ് നിലനിൽക്കുന്നത്? സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നടത്തിയ വിധിയെ സംബന്ധിച്ച് അതിൽ നടത്തിയ കേസ് നടത്തിയിരുന്ന ആളുകൾക്ക് പരാതി ഉണ്ടായതുകൊണ്ട് അത് പുനഃപരിശോധന ഹർജികൾ സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ച് 7 പോയിൻ്റുകൾ ഇപ്പോൾ പരിശോധിക്കാൻ വേണ്ടി ലാർജർ ബെഞ്ചിനെ 9 അംഗ ബെഞ്ചിനെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതവിടുന്ന് വരുന്നത് വരെ ഏത് നിയമവും ഇവിടെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇത് ആര്? കേരളത്തിലെ ജനങ്ങൾക്ക് സാക്ഷരത ഇല്ലാത്തവരാണോ? ഇതുപോലെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് ശബരിമല എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ജയിക്കും എന്ന വിശ്വാസത്തോടെ വന്നു. അതാണിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച ഈ കരട് നിയമം. ആ നിയമത്തിന് എന്ത് പ്രസക്തി? ഇതൊക്കെ വോട്ടർമാരെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങൾ ഈ 2007 പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ദേവസ്വം ബോർഡിന് കൊടുത്ത അഫിഡവിറ്റ് തന്നെയാണ്, ഇതുവരെ മാറ്റിയിട്ടില്ല. ഇപ്പോൾ അഫിഡവിറ്റ് മാറ്റിയത് കൊണ്ടാണ് കുഴപ്പമെന്ന് പറയുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റ് ഞങ്ങൾ എന്താ പറഞ്ഞത്? ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റിൽ ഞങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റില്ല. ആ മതത്തിലെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളെ, ഹിന്ദു മതത്തിലെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ, അവരെയെല്ലാം ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ അഭിപ്രായം സുപ്രീം കോടതി കേൾക്കണം എന്നാണ് പറഞ്ഞത്. അത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കേരള ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റാണ്. ആ അഫിഡവിറ്റ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോൾ ഇവർ മാറ്റിക്കൊടുത്തു. അവർ മാറ്റിക്കൊടുത്ത അഫിഡവിറ്റിന്മേലാണ് മേലാണ് കേസിൻ്റെ വാദം തുടർന്നത്. വീണ്ടും ഞങ്ങൾ 2016 അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ പഴയ അഫിഡവിറ്റിലേക്ക് പോയി. ഏത്? ഒരു ഹിന്ദു പണ്ഡിതന്മാരടങ്ങുന്ന ഒരു കമ്മിറ്റിക്ക് ഈ ആചാരത്തെ സംബന്ധിച്ച് തീരുമാനിക്കാൻ, അവസാന വാക്ക് പറയാൻ അവരാണ് നല്ലത്, അതുകൊണ്ട് അവരിലേക്ക് പോകണം. അതാണ് ഞങ്ങൾ കൊടുത്തത്. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണ് ഈ അഫിഡവിറ്റ്, ആരാണ് അഫിഡവിറ്റ്, ആര് കൊടുത്ത അഫിഡവിറ്റ് എന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട്, അഫിഡവിറ്റ് മാറിയത് കൊണ്ടാണ് ഈ കുഴപ്പമുണ്ടായതെന്ന് പറഞ്ഞാൽ ഈ കേസ് ഫോളോ ചെയ്യുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? അതുകൊണ്ട് അത് വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് എന്ത് വേണം എന്ന് തീരുമാനിക്കാം. ഇല്ല, അതൊക്കെ സീറ്റ് സ്ഥാനാർത്ഥി നിർണയത്തിലില്ല. സ്ഥാനാർത്ഥി തീരുമാനിക്കുമ്പോൾ മാത്രം അത്തരം കാര്യങ്ങൾ ആലോചിക്കും. അതിനുള്ള ഘട്ടമായിട്ടില്ല. അത് സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞിട്ട് ഇല്ല, ഞങ്ങളാരും ഇപ്പോൾ മത്സരിക്കുന്നില്ല, പദവി മാറുന്നുമില്ല. ഞങ്ങൾ തന്നെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു പോട്ടെ. ഇതെല്ലാവർക്കും ബാധകമാണ്. ഞാനൊക്കെയാണെങ്കിൽ 3 കൂടുതൽ മത്സരിച്ചു, ജയിച്ചിട്ടില്ലെന്നുള്ളത് പറഞ്ഞു. പുതുമുഖങ്ങൾക്ക് അതാണല്ലോ, പുതുമുഖങ്ങൾ അതിനകത്തൊരു ജനറേഷൻ വ്യത്യാസം വോട്ടർമാർക്കിടയിൽ വന്നുണ്ട്. അതുകൊണ്ട് പുതിയ തലമുറയുടെ പ്രതിനിധികളുണ്ടാകും, നിശ്ചയമായിട്ടും ഉണ്ടാകും. കഴിഞ്ഞ തവണ അങ്ങനെയുണ്ട്. അതൊക്കെ സീറ്റ് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും. അതിനൊക്കെ ഇനിയും കുറച്ചുകൂടെ ഘട്ടമുണ്ട്. നിങ്ങൾക്കാണ് ഭയങ്കര ധൃതി. ഇപ്പോൾ
ഈ സ്ഥാനാർത്ഥി വേണം, ആദ്യം മത്സരിക്കണം എന്ന് പറയുന്നത്. ഞങ്ങൾ പക്ഷേ അതിനേക്കാൾ വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളുടെ സ്നേഹമുണ്ട്. അങ്ങനെ ആരെങ്കിലും അറിയിച്ചാൽ ഞാൻ അത് രഹസ്യമായിട്ട് വെക്കല്ല, അത് പരസ്യമാക്കുമെന്ന് വിശ്വസിക്കണം. അച്ചടക്ക നടപടി സ്വീകരിച്ചവരെ ഈ മാനദണ്ഡങ്ങൾക്കെല്ലാമാണ്. അതൊന്ന് അച്ചടക്ക നടപടി എന്താണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. എന്നെക്കൊണ്ട് ആരുടെയെങ്കിലും പേര് പറയിപ്പിക്കാൻ നോക്കണ്ട കേട്ടോ. ഇല്ല, അത് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ ചോദിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എക്സിക്യൂട്ടീവ് കൂടി ഇത്രയും കൂടുതൽ മത്സരിക്കുന്ന ജില്ലകളിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് വനിതകളുണ്ട്. ഇത്ര കൂടുതൽ സീറ്റ് മത്സരിക്കുന്നവർ വനിതാ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തണം എന്ന് പറയുകയാണ് സാധാരണ ചെയ്യുന്നത്. അല്ല, ഇപ്പോൾ 3 പേരുണ്ട്. സുബാലിനെ തിരിച്ചെടുത്തു. അത് 3 മാസത്തേക്കായിരുന്നു സസ്പെൻഷൻ. ഇപ്പോൾ ഈ കാലാവധി കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്തു. ഇല്ല, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് ഏത് ഘടകത്തിൽ നിന്നാണോ ആ ഘടകമാണ് തിരിച്ചെടുത്തത്. അപ്പോൾ പിന്നെ വേറെ നാഷണൽ കൗൺസിലേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതൊന്നുമില്ല. അവിടെ പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല. എല്ലാം കേരളത്തിൽ തന്നെ. വരട്ടെന്നേ, നമുക്ക് നോക്കാം. അന്നേരം പറയാമല്ലോ, നമ്മളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. എല്ലാം ഒരുമിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ. പിന്നെ അടുത്ത ആഴ്ച ഞാൻ ഒരു പത്രസമ്മേളനം നടത്തണമെങ്കിൽ എന്ത് ചെയ്യും? ആയിക്കോട്ടെ.